ഹായ് ഗോൾഡൻ ടേസ്റ്റി കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഗോൾഡൻ ടേസ്റ്റി. ഇന്ന് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ മുറ്റത്തുണ്ടായ വെണ്ടയ്ക്കയാണ്. ഈ വെണ്ടയ്ക്കയും പയറും വെച്ചൊരു തോരൻ അങ്ങ് വെക്കാൻ വേണ്ടിയിട്ടാണ്. പലർക്കും അറിയാമെന്ന് എനിക്ക് തോന്നുന്നു, പക്ഷേ അറിയാൻ പാടില്ലാത്ത ഒരുപാട് പേരുണ്ടെന്ന് യൂട്യൂബിൽ നിന്ന് ഞാനത് മനസ്സിലാക്കി. അപ്പോൾ ഇത് ഷെയറൊക്കെ ചെയ്തിടുകയാണെന്നെങ്കിൽ എല്ലാവർക്കും ഇത് പ്രയോജനപ്പെടും. അപ്പോൾ നമുക്കിത് വെണ്ടയ്ക്ക എങ്ങനെയാണ്, പിന്നെ വെണ്ടയ്ക്കായും പയറും കൂടെ, ഇനി പൊളിച്ചേറി വെക്കണ പയറാണെങ്കിലും കുഴപ്പമില്ല, ഇത് കൂട്ട് വള്ളിപ്പയറാണെങ്കിലും കുഴപ്പമില്ല, രണ്ടും കൂടി അങ്ങനെ നമുക്ക് ഇന്നൊരു സൂപ്പർ തോരൻ കറിയാണ് ഞാനിത് വെക്കുന്നത്. ഓക്കെ, എന്നാൽ തുടങ്ങിയാലോ. ഈ വെണ്ടയ്ക്ക ഞാൻ ഇങ്ങനെ അരിഞ്ഞെടുക്കും, ചെറുതായിട്ട് അരിയണം. എല്ലാവരും തന്നെ വെണ്ടയ്ക്കയ്ക്ക് ഇഴുക്കളുള്ള വെണ്ടയ്ക്കയാണിത്. വെണ്ടയ്ക്കയ്ക്ക് നന്നായിട്ട് ഇഴുക്കലുണ്ട്, അപ്പോൾ അതിനെ നമുക്ക് കളയണം. ഇത് വേസ്റ്റാണ്. വിറ്റാമിൻസിൻ്റെ കലവറയാണ് വെണ്ടയ്ക്ക. മുറ്റത്തുണ്ടായത് കാരണം ഞാൻ 2 ദിവസമായി പറിച്ച് വെച്ചിട്ട്, എന്നിട്ട് ഇന്ന് ഞാനത് എടുത്തിട്ട് കറി വെക്കാമെന്ന് വിചാരിച്ചേ. മൂത്തോന്ന് അറിയാനായിട്ട് ഇങ്ങനെ അങ്ങോട്ട് ഒടിച്ച് നോക്കിയാൽ മതി, അല്ലെങ്കിൽ ഇങ്ങനെയൊന്ന് നാഗം കൊണ്ട് ഇങ്ങനെയൊന്ന് ഞെക്കി നോക്കിയാൽ മതി. മൂത്തതാണെന്നുണ്ടെങ്കിൽ അതിനകത്തോട്ട് നഖം കയറില്ല, നാര് പോലെ ഇരിക്കും. മൂത്തില്ലെന്നുണ്ടെങ്കിൽ നഖം കയറുകയും. അങ്ങനെയാണിത്. ഇനി പയർ കൂടി എടുത്തു, ഇതുകൂടെ ഞാൻ ഇങ്ങോട്ടൊന്ന് അരിയട്ടെ. പുളിയമ്പറായാലും നല്ലതാണ് കേട്ടോ, പൊളിച്ച് അതിനകത്തോട്ട് ഇട്ടാൽ മതി. ഒരു ഉള്ളി എടുത്തിട്ടുണ്ടാകും, അത് ഞാൻ കഴുകി വെച്ചതാണ്. അതുകൂടി അങ്ങോട്ടൊന്ന് അരിഞ്ഞിട്ട്, ഒരു പച്ചമുളകും ഇത്തിരി വേണ്ട ഇവിടെ, കാരണം എരിവ് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ആൾക്കാരപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. എൻ്റെ മക്കളൊന്നും വലിയ എരിവൊന്നും കൂട്ടത്തില്ല, അതുകൊണ്ട് ഒരു മുളക് നീളത്തിൽ ഇച്ചിരി തേങ്ങ ചേർക്കണം, അത് ചേർന്നിട്ട്. അതിനിടെ ഞാൻ ഒരു പച്ചമുളക്, ഒരു ഉള്ളി, ഒരു സവാള, ഒരു അരമുറി തേങ്ങ ഇത്രയും ഞാൻ ചട്ടി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഒരു പാന് അടുപ്പത്ത് വെച്ചു. അതിനകത്തോട്ട് ഇച്ചിരി വെളിച്ചെണ്ണ മാത്രമേ നമുക്ക് വെണ്ടയ്ക്ക കറി വയ്ക്കാൻ പറ്റൂ, അല്ലെങ്കിൽ തെറ്റൽ വരും.
അല്ലെങ്കിൽ പുളി ചേർക്കണം. നമുക്ക് തോരൻ കറിക്ക് പുളി ചേർക്കേണ്ട ആവശ്യം വരുന്നില്ല. അതുകൊണ്ടിട്ട് വെളിച്ചെണ്ണ കടുക് നല്ലതുപോലെ പൊട്ടി. ഇനി ഞാൻ ഇതിനകത്തോട്ട് ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കായും പയറും കൂടി ഇതിനകത്തോട്ട് ഞാൻ ഇടുക. അതിൻ്റെ കൂടെ ഇലകി വെച്ച തേങ്ങയും പിന്നെ ഈ ഉള്ളിയും പിന്നെ ഒരു സ്പൂണ് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ വാട്ടി വെച്ചിരുന്നത് അതുകൂടി ഞാൻ ഇതിനകത്തോട്ട് ഇട്ടു. പച്ചയിട്ടാലും മതി. ഇതിവിടെ വാട്ടിയിലിരിക്കുന്ന കാരണം കൊണ്ടിട്ടാണ് ഞാനിപ്പം വാട്ടി വെച്ചിട്ടത്. അതിനൊരിഞ്ഞുള്ള മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് നല്ലതുപോലെ ഒന്ന് കൂട്ടി യോജിപ്പിച്ചിട്ട് മൂടി വേദിക്കാം. വെള്ളം ഒഴിക്കുന്നില്ല. എണ്ണയിലിട്ട് വഴറ്റുന്ന കറികൾക്കൊന്നിനും തന്നെ വെള്ളം ആവശ്യമില്ല, പച്ചക്കറികൾക്ക്. പിന്നെ ഇറച്ചിയോ മീനോ അങ്ങനെയൊക്കെയുള്ള സാധനമൊക്കെ ത്തിനൊക്കെ വേവുള്ളതിനൊക്കെ വേണം. ഉരുളക്കിഴങ്ങ്, കൂർക്ക, ഇതിനെല്ലാം നല്ലോണം കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കണം. പച്ചക്കറികൾ ഇങ്ങനെയുള്ള സാധനങ്ങൾക്ക് ഒരിക്കലും നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കാറില്ല. ഇതിങ്ങനെ തട്ടിപ്പൊത്തി വെച്ചു. കറിവേപ്പില ഇട്ടിട്ടുണ്ട്. കറിവേപ്പില ഞാൻ മുമ്പേ ഇട്ടായിരുന്നു. ഇനി ഇതിങ്ങനെ അങ്ങോട്ട് പൊത്തി മൂടി വെച്ച് പതുക്കെ തീ കത്തി ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കറി, അല്ലെങ്കിൽ മുട്ടപ്പിടിക്കും. വെള്ളം ഒഴിച്ചിട്ടില്ലെങ്കിൽ അതുകൊണ്ട് നമ്മുടെ പയറ് തോരൻ, പിന്നെ വെണ്ടയ്ക്കയും പയറും തോരൻ സൂപ്പറായിട്ട് ആക്കി വെച്ചു. ഇതുകൊണ്ട് സകലം പോലും ഇഴുക്കലോ അങ്ങനെയുള്ള ഒന്നുമില്ല. അപ്പോഴിത് എല്ലാവരും ട്രൈ ചെയ്യുക. സൂപ്പറാണ്. പിന്നെ ഇഴുക്കൽ പിടിക്കുന്ന ഓർത്തുകൊണ്ട് ആരും ചെയ്യാതിരിക്കേണ്ട. ശകലം പോലും ഇഴുക്കൽ പിടിക്കില്ല. ഇച്ചിരി നന്നായിട്ട് അങ്ങോട്ട് മൂപ്പിച്ച് എടുത്താൽ മതി. ഒരു കുഴപ്പമില്ല. സൂപ്പർ കറിയാണ്. ഓക്കെ, ബൈ ബൈ.